വാർത്തകൾ വിശദമായി. ശബരിമലയിൽ വീണ്ടും അഴിമതി വിവാദം. ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകർക്കായി വിതരണം ചെയ്യുവാൻ സൂക്ഷിച്ചിരുന്ന 16 ലക്ഷം രൂപ വില മതിക്കുന്ന നെയ് പാക്കറ്റുകൾ കാണാനില്ലെന്ന് റിപ്പോർട്ട്. സ്റ്റോക്കിൽ 16,000 പാക്കറ്റുകളുടെ കുറവാണ് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പുതിയ അഴിമതി പുറത്തു വരുന്നത്. ദേവസ്വം വിജിലൻസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് പിന്നിലെ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്ന അന്വേഷണവും ഇപ്പോൾ നടക്കുകയാണ്. ശബരിമലയിൽ അതീവ ഗൗരവകരമായ ഒരു സാമ്പത്തിക ക്രമക്കേടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മണ്ഡലകാല തീർത്ഥാടനം പുരോഗമിക്കെ സന്നിധാനത്തെ സെയിൽസ് കൗണ്ടറുകൾ വഴി ഭക്തർക്ക് വിൽക്കുന്നതിനായി എത്തിച്ച അടിയിഷ്ടം നെയ്യിന്റെ കണക്കിലാണ് വൻ വെട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഒരു പാക്കറ്റിന് 100 രൂപ നിരക്കിൽ വിൽക്കുന്ന 100 മില്ലി ലിറ്ററിന്റെ 16,000 പാക്കറ്റുകളാണ് കാണാതായിരിക്കുന്നത്. രേഖകളിൽ ഇത്രയും പാക്കറ്റുകൾ സ്റ്റോക്കിൽ എത്തിയതായി കണക്കിലുണ്ടെങ്കിലും അതിന് തുല്യമായ തുക ദേവസ്വം അക്കൗണ്ടിൽ അടച്ചിട്ടില്ല. ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ സ്റ്റോക്ക് രജിസ്റ്ററിലെ കണക്കുകളും ബാങ്കിൽ അടച്ച തുകയും തമ്മിൽ 16 ലക്ഷം രൂപയുടെ കുറവ് കണ്ടെത്തിയിരിക്കുന്നു. സ്വർണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടരുന്നതിനിടെ നെയ്യിന്റെ വിതരണത്തിലും ഇത്തരത്തിൽ ക്രമക്കേട് പുറത്തു വരുന്നത് എന്നത് ദേവസ്വം ബോർഡിന് കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. ഈ സംഭവത്തിൽ കീഴ് ജീവനക്കാരുടെ പങ്കാണോ അതോ ഉന്നത തലത്തിലുള്ള ഒത്തുകളിയാണോ നടന്നത് എന്ന് വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. കൃത്യമായ കണക്കെടുപ്പും പരിശോധനയും തുടരുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന.